പറയുന്നത് എന്താണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിർവചിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ. ഇന്ന് നിങ്ങൾക്കുള്ള ഈ നിഷ്കളങ്കതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭക്തി. നിങ്ങളുടെ ഇന്നസെൻസ്, നിങ്ങളുടെ നിഷ്കളങ്കതയാണ് ഗുരുവായൂരപ്പന് വേണ്ടത്. നിഷ്കളങ്കതയ്ക്ക് മുമ്പിലേ ഭഗവാൻ തോറ്റിട്ടുള്ളൂ. ആരുടെയും മുമ്പിൽ തോക്കാത്ത ഗുരുവായൂരപ്പൻ ആരുടെയെങ്കിലും മുമ്പിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിലാണ്. നെന്മേനിയിലത്തൊരു ഉണ്ണി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മേൽശാന്തി ആയിരിക്കുന്ന സമയത്ത് മേൽശാന്തിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഉച്ചപൂജ കഴിക്കാൻ സാധിച്ചില്ല. മകനെ പറഞ്ഞു വിട്ടു. കുട്ടി പടച്ചോറും പായസവും ഒക്കെ ആയിട്ട് അകത്ത് കയറി വാതിലടച്ച് പാത്രമൊക്കെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് തുടങ്ങി പറയാൻ, കഴിക്കുക കണ്ണ. ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നൊന്നും. അവൻ വിചാരിച്ചത് ഇപ്പൊ ഗുരുവായൂരപ്പൻ ഇറങ്ങി വന്ന് കഴിക്കുന്നത്. ഓരോ തവണയും ഭഗവാനെ വിളിച്ചു, വന്ന് കഴിക്കുക കണ്ണ. കുറെ കഴിഞ്ഞിട്ട് ഭഗവാൻ വരുന്നില്ല എന്നുണ്ടപ്പോൾ കുട്ടി എന്താ വിചാരിച്ച്, ഈ വിഭവ